എല്ലാവർക്കും തേജസ് സംബന്ധിച്ചാണ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആർട്ടാണ്. നമുക്ക് നേരെ വീഡിയോ കിടക്കാം. അച്ഛന്മാരെ, ഈ ആർട്ട് ചെയ്യാനായിട്ട് വേണ്ടത് ഒന്ന് പശ, നമുക്ക് ഒരു പശ വേണം. പിന്നെ വേണ്ടത് ഒരു പേപ്പറാണ്. നിർബന്ധമൊന്നുമില്ല ഈ പേപ്പർ എടുക്കണമെന്ന്. ബുക്കിന്റെ പേപ്പർ ആയാലും മതി, നോട്ട്ബുക്കിന്റെ. പിന്നെ വേണ്ടത് കത്രികയാണ്. പിന്നെ പേപ്പർ നമുക്ക് ഇങ്ങനെ മടക്കി ചെയ്യണം. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. അതിന് പേപ്പർ എടുത്ത് ഈ അറ്റം കണ്ടോ, ഈ അറ്റം നമ്മൾ ഇങ്ങനെ മടക്കി നമ്മൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ തള്ളുക. എന്നിട്ട് നമുക്ക് വേണ്ട അളവിന് വീതിക്കനുസരിച്ച് നമ്മൾ ചെയ്ത് നമ്മളിങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ ആക്കി കൊടുക്കണം. ഫ്രണ്ടിലോട്ട് തള്ളണം, പുഷ് ചെയ്യണം. ഉണ്ടോ, ഇതുപോലെ പുഷ് ചെയ്യണം. എന്നിട്ട് നമുക്ക് നമ്മുടെ പശ എടുത്തിട്ട് ഈ അറ്റം കണ്ടോ, അറ്റത്ത് ഇച്ചിരി ഒന്ന് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തിട്ട് മുമ്പ് ചെയ്തതിൻ്റെ കൂട്ട് തന്നെ നീക്കി കൊടുത്തിട്ട് ഈ അപ്ലൈ ചെയ്ത ഭാഗം ഇതുപോലെ അതിനകത്തോട്ട് ഒട്ടിച്ചേക്കണം. പശ ഉണ്ടോ, ഒട്ടി ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ അളവിനനുസരിച്ച് നമ്മൾ ഇത് കട്ട് ചെയ്യണം. നിങ്ങളുടെ ഇഷ്ടത്തിന് അത്ര അളവ്, നിങ്ങളുടെ ഇഷ്ടം എത്രയാണോ അത്ര അളവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം എത്ര വേണമെന്ന്. ഞാൻ എടുത്തേക്കുന്നത് ഇത്രയാണ്. നമ്മളെങ്കിൽ ചെയ്തിട്ട് ഒരു ഒരെണ്ണം ചെയ്ത് ഇനി അടുത്തതെല്ലാം ചെയ്യാം. നമുക്ക് രണ്ടാമത്തെ ചെയ്യാം. ഇതുണ്ട്, ആദ്യമേ നമ്മൾ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യണം. പുഷ് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ടിലോട്ട് ഇതുപോലെ പതുക്കെ ഉണ്ടോ, ഇതുപോലെ ചെയ്യണം. കണ്ടോ, ഇതുപോലെ ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ ചുറ്റിച്ച് ഈ അറ്റ എത്താറാകുമ്പോൾ നമ്മുടെ പശ എടുത്ത് ഇച്ചിരി ഒന്ന് ഇവിടെ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ മടക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ മടക്കി കൊടുക്കണം. എന്നിട്ട് ഇങ്ങോട്ട് അന്നേരം നമ്മുടെ അളവിനനുസരിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അളവിനനുസരിച്ച് നമ്മൾ ഇനി കട്ട് ചെയ്യണം. കണ്ടോ, നമുക്കിഷ്ടമുള്ള അളവിൽ കട്ട് ചെയ്ത് കൊടുക്കണം. അച്ഛന്മാരെ, ഇനി നമുക്ക് ഇതുപോലെ ഉള്ളത് ഇനി ഉണ്ടാക്കിയെടുക്കാം. നമ്മളാണെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് അസംബിൾ ചെയ്യാം. നമുക്കിനി അസംബിൾ ചെയ്യാം. ആദ്യമത്തെ എടുത്ത് ഇതുപോലെ നമ്മൾ ഇത് സ്ക്വയറിൽ വെക്കണം. ഉണ്ടോ, ഇതുപോലെ സ്ക്വയർ നല്ല അളവിലാണെങ്കിൽ സ്ക്വയർ ഇതുപോലെ വെക്കണം കേട്ടോ. നമ്മൾ ഇതുപോലെ വെക്കണം. കറക്റ്റ് അളവായിരിക്കണം നമ്മൾ വെക്കുന്നതെല്ലാം കറക്റ്റ് അളവായിരിക്കണം. ഇതുപോലെ അസംബിൾ ചെയ്തിട്ട് അച്ഛന്മാരെ നമ്മൾ അളവ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പശ വെച്ച് ഇത് ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കണം.
നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഇതുപോലെ മടക്കി ഇങ്ങനെ തേക്കണം. ഉണ്ടോ? പക്ഷെ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെക്കണം. പെട്ടെന്ന് ഒട്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ അതുപോലെ തന്നെ ഞെക്കണം. ഇച്ചിരി അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് കണ്ടോ? അപ്ലൈ ഇതുപോലെ ചെയ്യണം. കണ്ടോ? അപ്ലൈ ചെയ്ത് എന്നിട്ട് ഇവിടെ ചെയ്ത ഭാഗം ഒന്ന് കട്ട് ചെയ്യണം. ഇങ്ങനെ എല്ലാ സൈഡും ഒന്ന് നമുക്ക് ഈ സൈഡും കൂടി ഒട്ടിച്ചെടുക്കാം. ആദ്യം ഇങ്ങനെ ചെയ്ത് ഇതും കൂടി ഉണ്ടോ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇവിടെയും കൂടി ഒന്ന് ഉണ്ടോ ഇതുപോലെ പ്രസ് ചെയ്യണം. ഉണ്ടോ മച്ചന്മാരെ? ഉണ്ട് ഇതുപോലെ ചെയ്യണം. ഫ്രെയിം പോലെ ചെയ്യണം. മച്ചന്മാരെ നമ്മളിതാ ഇതുപോലെ ഫ്രെയിം പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ അസംബിൾ ചെയ്യാം. അടുത്തത് ഇതിങ്ങനെ അസംബിൾ ഇതുപോലെ ഇങ്ങനെ അങ്ങ് പോകണം. നമുക്കത് ചെയ്യാം. മച്ചാന്മാരെ നമ്മളിതാ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ? ഞാൻ മുമ്പേ പറഞ്ഞിട്ട് ഇതുണ്ടോ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൂക്കിയിടുമ്പോൾ ഇച്ചിരി നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിന് കുറച്ച് ഫ്ലവേഴ്സ് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് 3. കണ്ടോ? നമുക്കിനി ഇതുപോലെ ഇങ്ങനെ വെച്ച് ഒട്ടിക്കാം. ഇങ്ങനെ ഒട്ടിക്കണം. നമ്മുടെ പശ എടുത്ത് ഇവിടെ ഇച്ചിരി ഞെക്കിട്ടിട്ട് കണ്ടോ ഇതുപോലെ പശ എടുത്തിട്ട് കണ്ടോ ഇതുപോലെ ഇതുപോലെ ഇരിക്കുന്ന രീതിയിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് അടുത്തത് ഇവിടെ ഒട്ടിക്കണം. നമുക്ക് ഒട്ടിക്കാം. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ വെച്ച് പിന്നെ മൂന്നാമത്തത് എടുത്ത് ഇവിടെ വെക്കണം. നമ്മൾ ഇതുപോലെ ഒന്ന് ഞെക്കി ഇവിടെ നിന്ന് പശ തേച്ച് ഇവിടെ നിന്ന് പശ തേച്ച് ഇതുപോലെ ഒന്ന് ഞെക്കി വെച്ച് കൊടുക്കണം. കണ്ടോ? ഇതുപോലെ ഞെക്കണം. കണ്ടോ? നമ്മൾ ഫ്ലവേഴ്സ് പോലെ ഇരിക്കുന്ന കണ്ടോ? ഇനി നമുക്കിത് തൂക്കിയിടണം കേട്ടോ മച്ചാന്മാരെ. ഇത് നമുക്കിനി തൂക്കിയിടണം. നമുക്കിത് തൂക്കിയിട്ടിട്ട് കാണാം. വേണമെങ്കിൽ നമുക്ക് പെയിന്റ് ഒക്കെ അടിക്കാം. കേട്ടോ മച്ചാന്മാരെ. കണ്ടോ? നമ്മൾ തൂക്കിയിട്ടിട്ടുണ്ട്. എങ്ങനെയാണ്? നല്ല രസമില്ലേ കാണാൻ? എങ്ങനെയുണ്ട്? എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇത് നല്ല രസമായിരിക്കും. മച്ചാന്മാരെ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ കാണുന്ന വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പോകരുത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് നല്ല അടിപൊളി
ആർട്ടും എല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇടുന്ന ഓരോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി നിങ്ങൾ ചെയ്യണം. ഇനി പുതിയ നല്ലൊരു വീഡിയോ ആയിട്ടും കാണുന്നവരെ ബൈ ബൈ. തേജസ് മൈത്തൻ സൈനിങ് ഔട്ട്.